വെല്ലുവിളി ഏറ്റെടുത്തത് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവാണ്. ആ യുവ നേതാവ് മൂന്നാം റൗണ്ടിൽ ഇതാ അബ്ദുൾ റഷീദ് 2812 വോട്ടുകൾക്ക് ധർമ്മടത്ത് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് പിണറായി വിജയന് അത് വലിയ തിരിച്ചടിയായി മാറുന്നത്. കേരളം മുഴുവൻ ക്യാപ്റ്റനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വോട്ടെടുപ്പം. പിണറായിക്ക് അപ്പുറത്തൊരു മുഖമുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. എല്ലാ അർത്ഥത്തിലും ക്യാപ്റ്റന്റെ തന്ത്രങ്ങൾ പാളിയെന്ന് നമുക്കത് 1 by 1 ആയി കണക്കെടുക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഒരു ആവേശം ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 വർഷത്തിന് ശേഷം നോക്കൂ, അമ്പേ തറ പറ്റിയ ഒരു മുന്നണിയാണ്, ഒരു പാർട്ടിയാണ്. ഒരു തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പ്, ഈ തോൽവിക്ക് ശേഷവും ബൈ ഇലക്ഷനുകൾ വിജയം അവർക്ക് ശക്തി നൽകിയില്ല. പക്ഷേ ഈ തരച്ചുവരവ് ഒരു വമ്പൻ ആവേശമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ 2ാം വരവിൽ ആഘോഷിച്ചതുപോലെ തന്നെ ഈ വിജയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രചാരണത്തിന് പണം പോലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയായിരുന്നു. പല ഈ നാട് മുഴുവൻ ഫ്ലെക്സുകളാണല്ലോ, പിണറായി വിജയന്റെ ഫ്ലെക്സ് ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ സങ്കടത്തോടെ പറഞ്ഞ പ്രതികരണം പ്രതികരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും മാധ്യമങ്ങളെ അദ്ദേഹം ഒഴിവാക്കുന്നു എന്നതാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. യെസ്, ചെന്നിത്തലയും പ്രതികരിക്കുന്നില്ല എന്ന് വേണം നമുക്ക് കാണാൻ. എന്തായാലും സജിത്ത്, ഈ മണിക്കൂറുകൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരുപക്ഷെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതായിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരുടെ ചടുലമായ പ്രതികരണങ്ങൾ, വിവാദ പ്രസ്താവനകൾ, അതൊക്കെ വന്നു കഴിയേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നേതാക്കൾ പാലിക്കുന്നു. ഇതാ കേസി കൂടി എത്തുന്നു, മൂന്നാമൻ. ഇതാ രാഷ്ട്രീയത്തിൽ ഒന്നാമനാണ്, കേരളത്തിലും ഒന്നാമൻ എന്ന് തന്നെ സാങ്കേതികമായി പറയാം. പക്ഷേ 3 പേരുകൾ, ആ 3 പേരുകളിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ആ 3 മുഖങ്ങൾ ഇതാ വളരെ കൃത്യമായി ആസ്ഥാനത്തേക്ക് എത്തുന്നു, ഇന്ദിരാഭവനിലേക്ക് എത്തുന്നു. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് കെ.പി.സി. പ്രസിഡന്റ് അവിടെ ഉണ്ട്, സണ്ണി ജോസഫും ഉണ്ട്. പക്ഷേ സണ്ണി ജോസഫ് രാഷ്ട്രീയപരമായി സ്വന്തം മണ്ഡലത്തിൽ വെല്ലുവിളി നേരിടുന്നുണ്ട്. എന്തായാലും ആ ഒരു ആശങ്കയ്ക്കിടയിലും സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയം